ഓർമ്മയായി ആവേശമായി നിൽക്കുകയാണ്. നമുക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയാത്ത ഊർജ്ജസ്വലതയുടെ നാമധേയമാണ് പി.ടി. തോമസ് എന്നുള്ളത്. ഞാൻ പി.ടിയെ ഒരിക്കലും പ്രായമായ ഒരാളായി കണ്ടിട്ടില്ല. ഞാൻ കാണുമ്പോൾ അദ്ദേഹം ആദ്യം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പിന്നെ KSU പ്രസിഡന്റുമാണ്. ഞങ്ങളെല്ലാം നിയമസഭയിൽ ഞാനും ഭാവിച്ചിട്ടുമൊക്കെ പി.ടിയെ ഇടയ്ക്ക് കളിയാക്കി. ഞങ്ങൾ പറയും പി.ടി ഇപ്പോഴും KSU പ്രസിഡന്റാണ്. ആ KSU പ്രസിഡന്റായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ എല്ലാ ഭാവഭാവതയോടും എല്ലാ ഊർജ്ജസ്വലതയോടും ആ മനസ്സോടും കൂടിയാണ് അദ്ദേഹം അവസാന കാലഘട്ടം വരെ ജീവിച്ചത്. നമ്മളെല്ലാം മാറി, പലതരത്തിലുള്ള മാറ്റമുണ്ടായി. പലതരത്തിൽ നമ്മൾ ചിലപ്പോൾ പക്വത അഭിനയിച്ചു, പക്വത ഇല്ലാഞ്ഞിട്ടും പക്വത അഭിനയിച്ചു എന്ന് കാണിക്കും. പി.ടി എന്ന് പറയുന്നത് പി.ടി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമിലാണ് പി.ടി പോകുന്നത്. പി.ടിക്ക് ആരെയും ഭയമില്ലായിരുന്നു. നിർഭയനായ നേതാവായിരുന്നു പി.ടി. തോമസ് എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ എല്ലാം റോൾ മോഡൽ എന്ന് പറയുന്നത് പി.ടി. തോമസായിരുന്നു. പി.ടി. തോമസിനെ കണ്ടാണ് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത്. പി.ടി ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവേശം. ഞാൻ ആദ്യകാലത്ത് പ്രസംഗിക്കുമ്പോൾ എന്നെ പലരും കളിയാക്കി പറയുന്നത് എൻ്റെ ജസ്റ്റസ്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കൈകൾ അനങ്ങുന്നത്, എൻ്റെ മൂവ്മെൻറ്റ്സ് പി.ടിയുടെ ഇമിറ്റേഷൻ ഉണ്ട്. പി.ടിയെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ എൻ്റെ സഹപ്രവർത്തകർ കളിയാക്കി പറയായിരുന്നു. അത്രമാത്രം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും സ്വാധീനിച്ച ആളാണ് പി.ടി. അവസാനം ഞങ്ങൾ നിയമസഭയിൽ പി.ടി. തോമസ് എന്ന് പേര് പറഞ്ഞ് പി.ടി എണീക്കുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കാരണം പിന്നെ അസംബ്ലിയിൽ ഒരു ബഹളമാണ്. പിന്നെ മന്ത്രിമാർ എണീക്കുന്നു, മുഖ്യമന്ത്രി എണീക്കുന്നു, ആകെ കൂടി ഒരു കോലാഹലമാണ്. അപ്പൊ ആകെ ഡൗണായി കിടക്കുന്ന ഒരു സമയത്ത് പി.ടി. തോമസിനെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ആ പ്രസംഗം തീരുമ്പോഴേക്കും സഭ മുഴുവൻ ഇളകി മറിയുന്ന ഒരു ശബ്ദ കോലാഹലവും ബഹളവും എല്ലാമായി മാറി. കാരണം പി.ടിയുടെ നാവിൽ നിന്ന് തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ അതുപോലെ എതിരാളികളുടെ നെഞ്ച് കീറി തുളയ്ക്കുന്ന സാധനങ്ങളാണ് പി.ടി പറയുന്നത്. ഞങ്ങൾ കളിയാക്കി, ഞാൻ പേര് പറയത്തില്ല, ഭരണകക്ഷിയിൽ സാധാരണ മിണ്ടാത്ത ഒന്ന് രണ്ട് അംഗങ്ങളുണ്ട്. അവരധികം എണീക്കില്ല, അധികം സംസാരിക്കില്ല, പാവങ്ങളാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ ഞങ്ങൾ പറയും പി.ടി എഴുന്നേറ്റ് അവരും കൂടി എണീക്കുമെന്ന് പറയും. എന്നുവെച്ചാ പി.ടി അവന് തറന്ന് കിടക്കുന്ന ആളാണെങ്കിൽ എണീറ്റ് വരും. അതേപോലെ പി.ടി അസംബ്ലിയിലെ അന്തരീക്ഷം മാറ്റി. പി.ടി തോമസ് എല്ലാവരും ക്യാൻറ്റീനിലുള്ളവരും മറ്റവരും മറിച്ചവരും എല്ലാവരും ഓടി വരും പി.ടി തോമസിന്റെ പ്രസംഗമാണ് എന്ന് പറയുമ്പോഴേ. അത്ര ശക്തമായിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, KSU പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആവേശത്തോടുകൂടി വീറോടുകൂടി അതേ പറയുന്നത് പോലെ തന്നെയായിരുന്നു നിയമസഭ. സത്യത്തിൽ ഞങ്ങൾ പി.ടിക്ക് ശേഷം നമുക്ക് ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റില്ല. ആ ഗ്യാപ്പ് ഞാൻ സത്യസന്ധമായി പറയുന്നത്. ഞങ്ങൾക്ക് ആർക്കും, ഭാവിച്ചിട്ടൊന്നും മോശക്കാരനായിട്ടല്ല, പക്ഷേ നമുക്ക് ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റാവുന്ന ഒരു വാക്കുമല്ല, ഒരു ശൂന്യതയല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉണ്ടായി. എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായ നിലപാട്, പ്രകൃതി വിഷയങ്ങളെ കുറിച്ചുള്ള കൃത്യമായ നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, നിർഭയത്വമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. ആരെയും ഭയന്ന് പിന്നോക്കം പോവുകയോ അല്ലെങ്കിൽ ഒരടി പുറകോട്ട് വയ്ക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രീതിയല്ല. കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിന് ആവേശം പകർന്നു കൊടുത്ത, ജീവൻ നൽകിയ, ചൈതന്യം പകർന്നു കൊടുത്ത നേതാവായിരുന്നു പി.ടി. തോമസ്. അദ്ദേഹം ഒരു നിയമസഭാംഗം എന്നുള്ള സത്യത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ പല സംഘടനകളുമായും വ്യക്തികളുമായും കുടുംബങ്ങളുമായും പി.ടി ഉണ്ടാക്കിയ ആഴത്തിലുള്ള ബന്ധം ഞങ്ങൾക്ക് അന്നാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പി.ടിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധം, സൗഹൃദങ്ങൾ, സ്നേഹം. പിന്നെ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ KSU ആയി കഴിഞ്ഞിട്ട് അതാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് വരും. അന്ന് ഞങ്ങൾ വള്ളമൊക്കെ കയറി വരണം, ഞങ്ങൾ നെട്ടൂരിലേക്ക് പനങ്ങാടേക്ക് വരണം. അപ്പൊ പി.ടി അന്ന് കൂടെ പഠിച്ച, മഹാരാഷ്ട്രയിൽ പഠിച്ച അല്ലെങ്കിൽ ലോ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ അന്വേഷിച്ച് അവരുടെ വീടുകളിൽ പോകും. വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് അത് ചെയ്യുന്നത്. കൂടെ പഠിച്ച ആളുകളുടെ മുഴുവൻ. പിന്നെ എപ്പോഴും ഉണ്ടാവില്ല ഒരു പേപ്പറും
ബുക്കൊക്കെ എപ്പോഴും കയ്യിലുണ്ടാവും, ഡയറിയൊക്കെ എപ്പോഴും ഉണ്ടാവും. എല്ലാ വിവരങ്ങളും അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കും. എല്ലാവരുടെയും അഡ്രസ്സ്, ഫോൺ നമ്പറും ഉണ്ടാവും. ഇപ്പോൾ എനിക്കറിയാം, അദ്ദേഹം പനങ്ങാട് വന്നാൽ അല്ലെങ്കിൽ നെട്ടൂർ വന്നാൽ അദ്ദേഹം പോകുന്ന വീടുകൾ എനിക്കറിയാം. കോളേജിൽ പഠിച്ച, ക്ലാസ്സിൽ പഠിച്ച, അല്ലെങ്കിൽ കോളേജിൽ ആ സമയത്ത് പഠിച്ച കുട്ടികളെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും സകലം. സംസ്ഥാനം മുഴുവൻ അത്തരം വലിയ സൗഹൃദ ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ആ സൗഹൃദം വളരെ വലിയ സൗഹൃദമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്. അതുപോലെ സംസ്കൃതി രൂപീകരിച്ചതിന് ശേഷം സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, എഴുത്തുകാരുമായും മറ്റു സാഹിത്യരംഗത്തും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെയായിട്ടൊരു വ്യക്തിപരമായ ബന്ധം പുലർത്തി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അദ്ദേഹം അതിനെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതെല്ലാം പ്രത്യേകമായി എഴുതപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു സർഗാത്മകമായ സമീപനം അദ്ദേഹത്തിന് എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അടുത്ത് വന്ന് നീ ഏത് പുസ്തകമാണ് വായിക്കുന്നത്, അതിൻ്റെ കവറൊക്കെ മറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് വായിച്ച് നോക്കി, അത് വായിച്ചാണെങ്കിൽ നമ്മളോട് വായിച്ചാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടില്ല, ഇതെനിക്ക് മേടിക്കണം, എങ്ങനെയുണ്ട് പുസ്തകം എന്നൊക്കെ ചോദിച്ച് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എല്ലാ അർത്ഥത്തിലും വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല, എല്ലാ രംഗത്തും നിറഞ്ഞു നിന്ന, എല്ലാ സമയത്തും ആക്റ്റീവായ പി.ടിയുടെ ഒരു പ്രസൻസ് ആണ് ഏറ്റവും വലുത്. പി.ടി എവിടെയെങ്കിലും ഒരു തളർന്ന് ക്ഷീണിതനായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവസാനം നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗിയാണെന്നുള്ളൊരു മട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി, എപ്പോഴും ആവേശത്തോടുകൂടി, നടപ്പിലും എടുപ്പിലും ഇരിപ്പിലും, ഒരു ബൈക്കിന്റെ മുമ്പിൽ വന്ന് നിന്നാലും എല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജ്ജസ്വലത അദ്ദേഹത്തിന്റെ പര്യായമായി മാറിയതാണ് കണ്ടത്. നമുക്ക് എല്ലാവർക്കും കണ്ടുപഠിക്കാൻ, കേട്ടുപഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള വ്യക്തിത്വമായിരുന്നു പി.ടി. തോമസ്. ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഊഷ്മളമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രശസ്ത ഗ്രന്ഥകാരൻ കൂടിയാണ് ഡോക്ടർ അജിതൻ മേനോൻ. പി.ടി എന്ന സർഗധനൻ എന്ന പേരിലുള്ള എഴുതപ്പെട്ട എല്ലാ ലേഖനങ്ങളുടെയും സമാഹാരമാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. ശ്രീ അജിതൻ മേനോത്തും പി.ടിയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന, സംസ്കൃതിയിലും എല്ലാം പ്രവർത്തിച്ചിരുന്ന ഒരു എഴുത്തുകാരനും നല്ല പ്രഭാഷകനും എല്ലാമാണ്. സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരാളാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു, ഇപ്പോഴും എഴുത്തുകാരനാണ്. നമുക്കെല്ലാം വളരെ സന്തോഷം തരുന്ന, വളരെ നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയാവുന്ന നമ്മുടെ എല്ലാവരുടെയും ഒരു ജ്യേഷ്ഠ സഹോദരനും സ്നേഹിതനുമാണ് ശ്രീ ഡോക്ടർ അജിതൻ മേനോത്തിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പുസ്തകം തയ്യാറാക്കി ഈ കാര്യം ഇവിടെ പ്രസിദ്ധീകരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പി.ടി എന്ന സർഗധനൻ എന്ന ഡോക്ടർ അജിതൻ മേനോത്ത് എഴുതിയ ഈ പുസ്തകം കിട്ടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ പ്രകാശനം ചെയ്യുന്നതായി കൂടി. സാധാരണ പുസ്തക പ്രകാശനത്തിലെ ഏറ്റവും ക്ലേശകരമായ